ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ജെന്നിയാണ്. ജെന്നി പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത ശേഷം അതിന്റെ റിസൾട്ട് അറിയാനായി ഉറ്റുനോക്കിയിരിക്കുന്നു. 2 വരകൾ കാണുന്ന അവള് വല്ലാതെ ഷോക്കാവുകയാണ്. അതെ, അവള് പ്രഗ്നന്റ് ആണെന്ന് ഇതിലൂടെ അവൾക്ക് മനസ്സിലായി. പിന്നീട് ജെന്നി നേരെ സ്കൂളിലേക്ക് ചെല്ലുന്നു. ഇവള് പഠിക്കുന്ന അതേ സ്കൂളിലാണ് ജെന്നിയുടെ ബോയ് ഫ്രണ്ടായ ജൂനോ പഠിക്കുന്നത്. ജെന്നിയെ കണ്ടപാടെ ജൂനോ വളരെ സന്തോഷത്തിൽ സംസാരിക്കാനായി വരുമ്പോൾ ജെന്നി സീരിയസ് ആയി ജൂനോയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്റെ കൈ ഒടിഞ്ഞാലോ കാലൊടിഞ്ഞാലോ നീ എന്നെ ഇട്ടിട്ട് പോകുമോ എന്ന് ജെന്നി ചോദിക്കുന്ന സമയം, കൈ ഒടിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തു തരും, ഫുഡ് വാരി തരും, കാലൊടിഞ്ഞാൽ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് വരുമെന്നെല്ലാം ജൂനോ മറുപടി കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന ജെന്നി അപ്പോൾ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യം ജൂനോ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൻ ആകെ ഷോക്കാവുന്നു. ആകെപ്പാടി ഒരു കാര്യം കേട്ട് പേടിക്കുന്ന ജൂനോ പിന്നീട് ജെന്നിയോട് മിണ്ടാനേ നിൽക്കുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ ചെന്നിരുന്ന് ഈ കാര്യം ഓർത്ത് പേടിച്ച് കരയുകയാണ്. അപ്സെറ്റായി വളരെ മൂഡ് ഓഫ് ആയി ആരോടും മിണ്ടാതെ സ്കൂളിലിരിക്കുന്നു. ജെന്നി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് സ്കൂൾ വിട്ടു പോകാൻ നേരം അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒന്നിച്ച് പോകുന്നതാണ് പതിവ്. പക്ഷേ ജൂനോ അന്ന് ജെന്നിയെ അവോയ്ഡ് ചെയ്യുന്നു. ജെന്നി വീട്ടിൽ ചെന്നിട്ട് അവനെ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ ജൂനോ മനഃപൂർവ്വം ഫോൺ എടുക്കാതെ ഫോൺ കോളും അവോയ്ഡ് ചെയ്ത് കളയുകയാണ്. തന്നെ ജൂനോ അവോയ്ഡ് ചെയ്യുന്നു എന്ന കാര്യം ജെന്നിയെ വിഷമിപ്പിക്കുന്നു. അടുത്ത ദിവസം ജെന്നി മനഃപൂർവ്വം തന്നെ ജൂനോയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ജെന്നി ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റാതെ ജൂനോയും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നെ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ, ഞാൻ അവോയ്ഡ് ചെയ്തതല്ല, എന്തിനെ ചെയ്യാൻ പറ്റാന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് ജൂനോ മറുപടി കൊടുക്കുന്നു. സങ്കടവും ദേഷ്യവും കൂടി വരുന്ന ജെന്നി ജൂനോയോട് നമുക്ക് പഞ്ച് പിടിച്ചു നോക്കാം, ആരാ ജയിക്കുന്നതെന്ന് വെച്ചാൽ അവര് പറയുന്ന കാര്യം കേൾക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പഞ്ച് പിടിക്കുമ്പോൾ ജയിക്കുന്നത് ജെന്നിയാണ്. ജെന്നി ജൂനോയോട് പറയുന്നത് ജൂനോ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഇനി അവളെ അവോയ്ഡ് ചെയ്യരുതെന്നുമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നിച്ചൊരു തീരുമാനമെടുക്കാമെന്നും അവള് പറയുന്നു. ആ സമയമാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവര് പ്രണയിക്കാൻ തുടങ്ങിയ സമയം ഗ്രൗണ്ടില് ഐ ലവ് യു ജെന്നി എന്ന് ജൂനോ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചതും ആ ഒരു കാഴ്ച കണ്ട് ജെന്നി സന്തോഷിച്ചതുമൊക്കെ. അതിനുശേഷം ഇപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന് എങ്ങനെ ഈ കുഞ്ഞിനെ കളയാമെന്ന് ആലോചിക്കുന്നു. പക്ഷെ പിന്നീട് അത് വലിയ ക്രൂരതയല്ലേ എന്നോർത്ത് കുഞ്ഞിനെ കളയണ്ട, കുഞ്ഞിനെ വളർത്താമെന്നും തീരുമാനിക്കുന്നു. രണ്ടുപേർക്കും 15 വയസ്സേ പ്രായമുള്ളൂ. എങ്കിലും വളരെ പക്വത നിറഞ്ഞ ഒരു തീരുമാനം എടുക്കാനായി രണ്ടുപേരും മുതിരുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ജെന്നി അവളുടെ വീട്ടില് റൂമിൽ ഇരുന്നുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവളുടെ കുഞ്ഞുവാവയുള്ള വയറൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വയറിന് ശകലം വലിപ്പം വെച്ച് വരുന്നുണ്ട്. ഈ സമയം ജെന്നിയുടെ ചേച്ചി ജെന്നിയുടെ റൂമിലേക്ക് കയറി വരുന്നു. ചേച്ചി പാഡ് എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ജെന്നിയുടെ പാഡ് അതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണുന്ന ചേച്ചി, നീ എന്താ ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ലേ എന്ന് ജെന്നിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവള് മറുപടി കൊടുക്കുന്നില്ല. ഇതേ സമയം ജൂനോ ജെന്നിയെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ബസ് യാത്രക്കിടയിലും തിരിച്ചു വരുന്ന യാത്രക്കിടയിലുമെല്ലാം അവളുടെ ബാഗ് പിടിക്കലും അതേപോലെ അവൾ ഉറക്കം തൂങ്ങുമ്പോൾ അവളെ ചാഞ്ഞുറക്കുന്നതും അവളുടെ ദേഹത്തെ ഇടികൊള്ളാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമെല്ലാം അവനാണ്. കൂടാതെ ജെന്നിക്ക് ഫുഡിനോട് വല്ലാത്ത ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ ഹോട്ടലിൽ കൊണ്ടുപോയി അതൊക്കെ മേടിച്ചു കൊടുക്കാനും അവൻ മറന്നിട്ടില്ല. അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ നന്നായി തന്നെ നോക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി തന്റെ മുറിയിൽ കിടന്നുറങ്ങുന്ന ജെന്നി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കാണിക്കുന്നത് ഇവരാദ്യം കണ്ടുമുട്ടിയതാണ്. ജെന്നി പഠിക്കുന്ന സ്കൂളിലേക്ക് പുതുതായി പഠിക്കാൻ വന്നതാണ് ജൂനോ. ജെന്നി വളരെ സുന്ദരിയായ സ്മാർട്ടായ ഒരു വിദ്യാർത്ഥിനിയാണ്. ജൂനോ ആണെങ്കിൽ വളരെ കൂളാണ്. അതേപോലെ തന്നെ സ്പോർട്സിലും അവൻ നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു പ്രണയമുണ്ടാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒരിക്കൽ ജൂനോ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയം അവൻ അടിക്കുന്ന ബോള് ജെന്നിയുടെ ദേഹത്ത് വന്ന് കൊള്ളുന്നു. അങ്ങനെയാണ് ഇവരാദ്യം പരസ്പരം കാണുന്നത്. അതിനുശേഷം സ്പോർട്സ് ഡേയുടെ ദിവസം റേസിനിടയിൽ ജൂനോ ജെന്നിയെ ശ്രദ്ധിച്ചോടുമ്പോൾ പോസ്റ്റിൽ ഇടിച്ച് പരിക്കേൽക്കുന്നു. അന്ന് ജൂനോയെ സഹായിച്ച് സിക്ക് റൂമിൽ കൊണ്ടേ കിടത്തുന്നതും മറ്റും ജെന്നിയാണ്. അവൾ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് കിടക്കുന്നു. ജൂനോയെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ജെന്നി ഉടനെ തന്നെ അവനെ ഫോൺ വിളിച്ച് അവൾക്ക് ഇപ്പോൾ കഴിക്കാൻ കൊതിയാവുന്ന ഭക്ഷണങ്ങൾ പറയുന്നു. ജൂനോ അത് വാങ്ങിക്കൊണ്ട് ജെന്നിയെ കാണാനായി വീടിന് വെളിയിലെത്തുകയും രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ജെന്നി അത് കഴിക്കുകയും ചെയ്യുന്നു. ആ സമയം ജൂനോ തമാശയ്ക്ക് ജെന്നിയോട് നിന്നെ കാണുമ്പോൾ എനിക്കും പ്രഗ്നന്റ് ആവാൻ തോന്നുന്നു എന്ന് പറയുന്നു. ജൂനോ ഇതൊരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ജെന്നി വളരെ സീരിയസ് ആയ ഒരു കാര്യം ജൂനോയോട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ജൂനോ കെയർ ചെയ്യുന്ന രീതി ഒരുപാട് അവളെ സന്തോഷിപ്പിക്കുന്നു എന്ന്. അതെ, ശരിക്കും വളരെ പക്വതയാർന്ന രീതിയിലാണ് തന്റെ പ്രഗ്നന്റ് ആയ ഗേൾ ഫ്രണ്ടിനെ ജൂനോ കെയർ ചെയ്യുന്നത്. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന ജൂനോ അവന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം പെറുക്കിയെടുക്കുന്നു. സാധാരണയായി ഫ്രൂട്ട്സ് തിരിഞ്ഞു നോക്കാത്ത ജൂനോ 1-2 ഫ്രൂട്ടിന് പകരം ഇപ്പൊ ദേ ഫ്രിഡ്ജിലുള്ളതെല്ലാം തൂത്തു വരുന്നത് കാണുന്ന അമ്മ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. പക്ഷെ അവൻ അമ്മയുടെ ചോദ്യത്തിന് നല്ല രീതിയിൽ ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് പോക്കറ്റ് മണിയും കൂടി വാങ്ങിയാണ് അന്ന് അവൻ സ്കൂളിലേക്ക് ചെല്ലുന്നത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ്
ഫ്രൂട്ട്സ് ജെനിക്ക് കഴിക്കാനായി ജൂനോ കൊടുക്കുന്നു. ജെനി പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയാത്ത ഇവരുടെ ക്ലാസ്മേറ്റ്സ് ഇവർക്കിടയിലുള്ള ഈ ഒരു കെയറിംഗ് കണ്ട് നിങ്ങൾ നല്ല കപ്പിളാണല്ലോ, എന്ത് സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞ് അവരെ കമന്റ് അടിക്കുന്നു. അതേപോലെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പോക്കറ്റ് മണിയും കൊണ്ട് അവൻ ജെനിയെ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഭക്ഷണവും വാങ്ങി നൽകുന്നു. അന്ന് രാത്രി വീട്ടിലുള്ള സമയം അച്ഛന്റെയും അമ്മയുടെയും സംഭാഷണം ഒളിഞ്ഞു കേൾക്കുകയാണ് ജൂനോ. അച്ഛൻ ജൂനോ വലുതായില്ലേ, ഇനി ഒരു മകനും കൂടി നമുക്ക് വേണ്ടേ എന്ന് അമ്മയോട് പറയുന്നത് കേൾക്കുന്ന ജൂനോയുടെ ചങ്കിടിപ്പ് കൂടുന്നു. കാരണം ഇപ്പോൾ ജൂനോയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവാനായി പോവല്ലേ. അപ്പോൾ അമ്മയും അച്ഛനും കൂടി അവനൊരു അനിയനെയോ അനിയത്തിയോ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ട്രീ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞു പോകുമല്ലോ എന്ന് തോന്നുന്ന ജൂനോ ഉടനെ തന്നെ മുറിക്കകത്ത് കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. കൂടാതെ ഞാൻ ഇനിയും രാത്രി ചിലപ്പോൾ ഗുഡ് നൈറ്റ് പറയാൻ വരും, അതുകൊണ്ട് റൂം അടയ്ക്കല്ലേ എന്ന് പറഞ്ഞാണ് അവൻ പോകുന്നത്. ഇവൻ തന്റെ കട്ടുറുമ്പിലെ സ്വർഗമാണല്ലോ എന്ന് ജൂനോ പോയ ശേഷം അച്ഛൻ പല്ല് കടിക്കുന്നു. അടുത്ത ദിവസം വയ്യാഴിക ഉള്ളത് കൊണ്ട് ജെനി സ്കൂളിലേക്ക് വരുന്നില്ല. ജൂനോ ജെനിയെ കാണാനായി വീട്ടിൽ ചെല്ലുന്നു. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിക്കൂടെ എന്നെല്ലാം ജൂനോ തിരക്കുന്ന സമയത്താണ് ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പാടില്ല, നിനക്കെന്താ അതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് ജെനി അവനോട് ചൂടാകുന്നു. നീ ഇപ്പൊ എന്നെ തീരെ കെയർ ചെയ്യുന്നില്ല, നീയും മറ്റു ബോയ്സിനെ പോലെയാണെന്നൊക്കെ അവള് കമന്റ് അടിക്കുമ്പോൾ സങ്കടം വരുന്ന ജൂനോ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയോട് അവന്റെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഷൗട്ട് ചെയ്ത് അമ്മയുടെ അടുത്ത് ബാക്കി കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് അവൻ പേടിക്കുന്നു. കൂടാതെ അന്ന് രാത്രിയിലും അച്ഛനും അമ്മയും ഒന്നിച്ച് സ്വസ്ഥമായിരിക്കാനായി അവൻ സമ്മതിച്ചില്ല. അവൻ റൂമിന്റെ ലോക്കൊക്കെ നശിപ്പിക്കുന്നു. അച്ഛന് പർപ്പസ്ഫുള്ളി ഇവൻ ഇങ്ങനെ ചെയ്യുന്നതാണെന്നും മനസ്സിലാവുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇനി എന്താവും സംഭവിക്കാൻ പോകുന്നത് എന്ന് ടെൻഷൻ ഇല്ലാത്ത ഈ കപ്പിൾസിനെയാണ്. അവര് നല്ല ജോളിയായി സമയം ചെലവഴിക്കുന്നു. നൈറ്റിൽ ആരും അറിയാതെ ഒന്നിച്ച് കണ്ടുമുട്ടുന്നു, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നു. പകൽ ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ റോഡിൽ കാണുമ്പോൾ ഇനി നമുക്കും ഇതുപോലെ ഒരു ക്യൂട്ട് കുഞ്ഞാവേ ഉണ്ടാകുമല്ലോ എന്ന് സന്തോഷിക്കുന്നു. അതിനുശേഷം ഒന്നിച്ചൊരു ദിവസം ട്രിപ്പ് പോകുന്നു. പക്ഷെ ട്രിപ്പ് പോയ ദിവസം ബോട്ടിങ്ങിന് പോയ അവര് ഒടുക്കം ബോട്ട് മിസ്സായി ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഏറെ വൈകിയാണ് അവർക്ക് കരയിലേക്ക് എത്താനും തുടർന്ന് വീട്ടിലേക്ക് വണ്ടിയിലെത്താനും സാധിച്ചത്. ജെനി വളരെ ലേറ്റായി വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ അമ്മ അവളോട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ജെനി അത് മാനേജ് ചെയ്തെടുക്കുന്നു. അന്ന് രാത്രി ജെനി വാഷ്റൂമിൽ നിന്ന് അവളുടെ വയറൊക്കെ നോക്കുന്ന സമയത്താണ് ചേച്ചി ഡോറ് നോക്ക് ചെയ്യാതെ അകത്തേക്ക് കയറി വരുന്നത്. ജെനി ചേച്ചിയെ ഡോറ് നോക്ക് ചെയ്യാതെ അകത്തേക്ക് കയറി വന്നതിന് ദേഷ്യപ്പെടുന്നു. പക്ഷെ അതിനോടകം തന്നെ ജെനിയുടെ ചേച്ചി അവളുടെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ വയറ് വലുതായിരിക്കുന്നതിനെ പറ്റി ചേച്ചി തിരക്കുമ്പോൾ ആദ്യം ജെനി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കുന്ന ചേച്ചിയോട് ജെനി ചേച്ചിയായിട്ട് ഇത് അമ്മയോട് പറയരുത്, ഞാനായി തന്നെ വെളിപ്പെടുത്തിക്കോളാമെന്ന് പറയുന്നു. ശേഷം പിന്നീട് അവള് ജൂനോയെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ ജെനിയുടെ ചേച്ചിയുടെ നിർബന്ധത്തിന് എത്രയും പെട്ടെന്ന് ഇത് അമ്മയുടെ മുന്നിൽ വെളിപ്പെടുത്താനായി ജെനിയും ജൂനോയും തീരുമാനിക്കുന്നു. അവരൊന്നിച്ചെത്തി ഈ കാര്യം അറിയിക്കുമ്പോൾ ജെനിയുടെ അമ്മ വളരെയധികം ഷോക്കാവുകയാണ്. പക്ഷെ ഉടനെ തന്നെ രണ്ടുപേരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ കുഞ്ഞിനെ കളയാനായിട്ടാണ് ജെനിയുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെങ്കിലും ഡോക്ടർ പരിശോധിച്ച ശേഷം ജെനി 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ആ കുഞ്ഞിനെ കളയുക എന്നത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നു. അങ്ങനെ വല്ലാതെ കലിയിളകുന്ന ജെനിയുടെ അമ്മ ജൂനോയുടെ കാരണത്തിനിട്ട് അടിക്കുന്നു. എന്തായാലും ജെനിയുടെ വീട്ടിലറിഞ്ഞു. ഇനി തന്റെ വീട്ടിൽ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ജൂനോ അവന്റെ അമ്മയോട് ഈ കാര്യം ചെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ ഇടയിൽ ഈ ഒരു കാര്യം ഇവരുടെ സ്കൂളിലും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെത്തുന്ന ജൂനോയെ അവന്റെ കൂട്ടുകാരെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയും കമന്റ് അടിക്കുകയും ചെയ്യുന്നു. ജെനി സ്കൂളിൽ പോവാതെ വീട്ടിൽ തന്നെയാണ്. ജെനിയുടെ ചേച്ചി എത്തി അച്ഛന്റെയും അമ്മയുടെയും പ്ലാൻ ജെനിയോട് പറയുന്നു. അതായത് ഇവരുടെ ഒരു ചേച്ചി യുഎസിലുണ്ട്. ചേച്ചിക്കാണെങ്കിൽ കുട്ടികളുമില്ല, വിവാഹിതയായിട്ടും. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് ജെനിയെ പറഞ്ഞു വിട്ട് ജെനി പ്രസവിക്കുന്ന കുഞ്ഞിനെ ചേച്ചിയുടെ കുഞ്ഞായി വളർത്താൻ കൊടുക്കാനായിട്ടാണ് അച്ഛന്റെയും അമ്മയുടെയും പദ്ധതി. ഇത് കേൾക്കുന്ന ജെനി ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് ചെന്ന് അത് നടക്കില്ല എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ അതേ നടക്കൂ എന്ന് ജെനിയോട് പറയുന്നു. ജെനി അവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും അത് വിലപ്പോകുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യം രണ്ട് വീട്ടിലും അറിഞ്ഞതിന് ശേഷം ജെനിക്കും ജൂനോയ്ക്കും വീട്ടില് സ്വസ്ഥതയേ ഇല്ല. ഇവരുടെ മാത്രം സ്വസ്ഥതയല്ല നഷ്ടപ്പെട്ടത്, ഇവരുടെ മാതാപിതാക്കളുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് സമൂഹം അറിയുമ്പോഴുള്ള മാനക്കേട് ഓർത്തിട്ട്. അങ്ങനെ പിന്നീട് എന്ത് കാര്യം ഇതിൽ ചെയ്യാമെന്ന തീരുമാനമെടുക്കാനായി രണ്ട് ഫാമിലിയും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് ജെനിയുടെ അമ്മ ഇതേപോലെ യുഎസിലേക്ക് വിട്ട് ഈ കുഞ്ഞിനെ ചേച്ചിക്ക് വളർത്താൻ കൊടുക്കാനായി പോവുകയാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജെനിക്കും ജൂനോയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അവര് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണുള്ളത്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയാണ്. ഇനി ഞങ്ങളുടെ വാക്ക് മാനിക്കാതെ ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജെനിയുടെ
വീട്ടിലേക്ക് അവളുടെ കുറച്ച് കൂട്ടുകാരികൾ എത്തുന്നതാണ്. ഈ കൂട്ടുകാരികളെ കയ്യില് വിഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരാ വിഗ് കൊണ്ട് ഈ വന്ന കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ ജെനിയുടെ റൂമിൽ ജെനിയെ പോലെ കിടത്തിയിട്ട് ജെനിയും കൊണ്ട് ജെനിയുടെ അമ്മയ്ക്കൊന്നും സംശയം തോന്നാത്ത രീതിയിൽ വെളിയിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടിയിലേക്കാണ്. അവിടെ ജെനിയുടെ എല്ലാ ഫ്രണ്ട്സും ജൂനോയും ഒക്കെ ഉണ്ട്. അങ്ങനെ ജെനിക്കും ജൂനോയ്ക്കും വേണ്ടി ഈ കൂട്ടുകാര് ഒരു സർപ്രൈസ് പാർട്ടി നൽകുന്നു. വേണമെങ്കിൽ ബേബി ഷവർ എന്നൊക്കെ പറയാം. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് അച്ഛനും അമ്മയും ചേച്ചിയും കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ തിരിച്ച് സേഫായി ജെനിയെ വീട്ടിൽ കൊണ്ടാക്കുകയും ജെനിക്ക് പകരം അവിടെ ബെഡിൽ കിടത്തിയിരുന്ന ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് സ്കൂളിലെത്തുന്ന ജൂനോ അറിയുന്നത് ജെനിയെ സ്കൂളിൽ ഇനി വിടുന്നേയില്ല, അവളുടെ TC എല്ലാം വാങ്ങാനായിട്ട് അച്ഛനും അമ്മയും വന്നു എന്ന ന്യൂസാണ്. ഇതറിഞ്ഞ് ആകെ ഷോക്കാവുന്ന ജൂനോ ജെനിയെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു രീതിയിൽ അവളെ കാണിക്കുന്നില്ല. അച്ഛനും അമ്മയും ജൂനോയെ അടുപ്പിക്കുന്നേയില്ല. ജെനിയെ പറ്റി അറിയാതെ ജൂനോയ്ക്ക് യാതൊരു സമാധാനവുമില്ല. അതുകൊണ്ട് തന്നെ ജൂനോ ജെനിയുടെ ചേച്ചിയെ പിന്തുടരുന്നു. ജെനിയുടെ ചേച്ചി അവരുടെ ബോയ് ഫ്രണ്ടുമായി ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയം ജൂനോ ഇങ്ങനെ പുറകിന് നടക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചി നിവൃത്തിയില്ലാതെ ഒടുവിൽ പറയാണ് ജെനിയെ അമേരിക്കയിലേക്ക് വിടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, ഇന്ന ദിവസം അവർ പോവുകയാണെന്ന്. അങ്ങനെ അത് കേൾക്കുന്ന ജൂനോ ഉടനെ തന്നെ ജെനിയെ കാണാനായി ടാക്സിയിൽ പുറപ്പെടുന്നു. അങ്ങനെ ടാക്സിയിൽ പോകുന്ന സമയം മറ്റൊരു ടാക്സിയിൽ ജെനി പോകുന്നത് കണ്ട് ജൂനോ അവന്റെ ടാക്സിക്കാരനോട് ആ ടാക്സിയിൽ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടു പോവുകയാണ്, രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ടാക്സിക്കാരൻ അയാളുടെ മറ്റു സുഹൃത്തുക്കളായ ടാക്സിക്കാരോട് ഇത് പറയുകയും അങ്ങനെ എല്ലാവരും ഒത്തുകൂടി ജെനി അവളുടെ അച്ഛന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ തടഞ്ഞു വെച്ച് അതിൽ നിന്ന് ജൂനോ ജെനിയെ പിടിച്ചിറക്കുകയും ചെയ്യുന്നു. ടാക്സിക്കാരെല്ലാരും കൂടി പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയി എന്ന് ആരോപിച്ച് ജെനിയുടെ അച്ഛനെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജൂനോ ജെനിയോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ വാട്ടർ ബ്രേക്ക് ആവുന്നത്. ജെനി അപ്പോഴേക്കും ഒരു 9 മാസം പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് ലേബർ റൂമിന്റെ വെളിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഭാഗ്യവശാൽ കുഴപ്പമൊന്നുമില്ലാതെ ജെനി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ജെനിയുടെ കുഞ്ഞുവാവയെ കാണാനും തങ്ങളുടെ കൂട്ടുകാരിയെ കാണാനും ഒക്കെയായി അവിടേക്ക് ജെനിയുടെയും ജൂനോയുടെയും ക്ലാസ്മേറ്റ്സ് പിന്നീട് എത്തുന്നു. ജെനിക്കും ജൂനോയ്ക്കും ഉണ്ടായിരിക്കുന്നത് ഒരു ആൺകുഞ്ഞാണ്. അങ്ങനെ വളരെ ഹാപ്പിയായി ഇവരെല്ലാവരും ഇരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജെനിയും ജൂനോയും അവരുടെ പഠിത്തവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ജെനി ജൂനോയെ എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാനും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് പഠിക്കുന്ന സമയം ഇവരുടെ കുഞ്ഞുവാവയെ നോക്കുന്നത് ജെനിയുടെ അമ്മയാണ്. ഇപ്പോൾ ജെനിയും ജൂനോയും അവരുടെ മാതാപിതാക്കളുടെ സപ്പോർട്ടോടു കൂടി തന്നെ അവരുടെ പഠനവും കുഞ്ഞിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ വളരെ ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമയിൽ കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഒരിക്കലും ഇത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ അല്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രായവും സമയവും ഉണ്ട്. എല്ലാം അതിനനുസരിച്ച് നടക്കും. അതുകൊണ്ട് ഈ സ്റ്റണ്ടൊക്കെ കാണിക്കുമ്പോൾ ഡിസ്ക്ലെയിമർ പറയുന്നത് പോലെ തന്നെ ഇതൊന്നും കണ്ട് ആരും മോട്ടിവേറ്റഡ് ആയി അനുകരിക്കാതിരിക്കുക. ഇതൊക്കെ വെറും സിനിമയാണ്. ജീവിതത്തിൽ ഇത്ര എളുപ്പമായിരിക്കില്ല എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ ഈ ഒരു ചിത്രം കണ്ടവർക്ക് നമ്മുടെ മുന്നത്തെ 2 ബ്ലൂ സ്ട്രൈപ്സ് എന്ന ചിത്രം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതും തുടക്കമൊക്കെ ഇതേപോലെയൊക്കെ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും എൻഡിങ് ഒരിക്കലും ഇതേപോലെയല്ല. വളരെ വ്യത്യസ്തമായ ഒരു കഥയാണിത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.